സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രഭാവത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, ഞങ്ങളോടുള്ള സ്നേഹാതിരേകത്താൽ ഞങ്ങളോടൊത്ത് വസിക്കുകയും വിനീതമായ സേവനത്തിന്റെ മാതൃക കാണിച്ചു തരുവാനായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുളച്ച് ചുംബിച്ചുവല്ലോ. ആ പാവന കർമ്മം അനുസ്മരിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമേ. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സേവനം ചെയ്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആവർത്തിച്ചുള്ള സങ്കീർത്തന ഭാഗം. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങേ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ നേർക്കുമെന്ന പോലെ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനെ അങ്ങേ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനെ അങ്ങേ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തങ്ങളുടെ ഇടയിൽ ശ്രേഷ്ഠൻ ആരാണെന്നതിനെ കുറിച്ച് ഒരു തർക്കം സ്ത്രീഹന്മാരുടെ ഇടയിൽ ഉണ്ടായി. ഈശോ അവരോട് അരുളി ചെയ്തു, വിജാതിയുടെ രാജാക്കന്മാർ പ്രജകളുടെ മേൽ സ്വേച്ഛാപ്രഭുത്വം നടത്തുകയും അവരുടെ ഭരണാധിപന്മാർ ഉപകർത്താക്കൾ എന്ന പേര് സമ്പാദിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അപ്രകാരമായിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും നായകൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കട്ടെ. വിരുന്നിനിരിക്കുന്നവരോ പരിചാരകനോ ആരാണ് ശ്രേഷ്ഠൻ? വിരുന്നിനിരിക്കുന്നവനല്ലേ? എന്നിട്ടും നിങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളുടെ പരിചാരകനെ പോലെ പെരുമാറുന്നു. മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി താലത്തിൽ വെള്ളമെടുത്തു വെങ്കച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാ സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു. സ്നേഹിതരെ നിങ്ങൾ വെള്ളമെടുത്തു വെങ്കച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഗുരു നൽകിയ പാഠം നിങ്ങൾ സാദരമോർത്തിടുവിൻ സാദരമോർത്തിടുവിൻ. താലത്തിൽ വെള്ളമെടുത്തു വെങ്കച്ചയുമരയിൽ ചുറ്റി പാദങ്ങൾ കഴുകിയ ഗുരുവിൻ ശിഷ്യന്മാർ നിങ്ങളതോർത്താൽ. പാദങ്ങൾ കഴുകിയ ഗുരുവിൻ ശിഷ്യന്മാർ നിങ്ങളതോർത്താൽ.
വെങ്കച്ചയുമടയിൽ ചുറ്റി നിങ്ങൾ കാലത്തിൽ വെള്ളമെടുത്തു വെങ്കച്ചയുമടയിൽ ചുറ്റി കഴുകി അവരിലെ ശിഷ്യഗണത്തെ അറിയാനുള്ളടയാളമിതാ സ്നേഹിപ്പിൻ സ്വയമെന്നതുപോൽ അന്യോന്യം നിങ്ങൾ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പരസ്പരം സ്നേഹിക്കുവാനും നന്മയിൽ വളരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുറവുകൾ സ്നേഹപൂർവ്വം ക്ഷമിക്കുവാനും ആവശ്യങ്ങൾ അറിഞ്ഞ് പരസ്പരം സേവനം ചെയ്യുവാനുമുള്ള വിശാല ഹൃദയം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവശരെയും നിരാലംബരെയും പ്രതിഫലം മോഹിക്കാതെ സഹായിക്കുന്നതിനുള്ള ഉദാര മനസ്കത ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലവിധ ആകുലതകളിലും രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ ശ്രേയസ്സും പുരോഗതിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുസഭയുടെ പരിത്രാണ കർമ്മത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഗുരുവും നാഥനുമായി മിശിഹ കാണിച്ചു തന്ന സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും വിനയപൂർണമായ പരിചരണത്തിന്റെയും മാതൃകയനുസരിച്ച് പരസ്പരം സ്നേഹിച്ചും സേവിച്ചും സഹിച്ചും സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുസദനം ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹ അന്ത്യാത്താഴവേളയിൽ സ്ത്രീഹന്മാരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ഭക്ഷണം നൽകിയല്ലോ. ആ പാവന കർമ്മത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ ആഹാര സാധനങ്ങളെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഇത് ഭക്ഷിക്കുന്നവർ അങ്ങയുടെ സ്നേഹാമൃതം അനുഭവിച്ച് സംതൃപ്തരാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.